നമസ്കാരം. ഇൻട്രൊഡക്ഷൻ ഇല്ലാതെ അനുഭവങ്ങളിലേക്ക് പോവാം. വേഗം തന്നെ കേൾക്കാമല്ലോ. ശ്രീകാന്ത് സാർ, ഞാൻ കവിതയാണേ ഗ്രൂപ്പിലുണ്ട് അല്ലേ? എനിക്കറിയാം. ചേച്ചീന്ന് വിളിച്ചാൽ മതി കേട്ടോ. ഒരനുഭവം എൻ്റേത് വായിച്ചു. സന്തോഷം. കുറേ അനുഭവം ഉണ്ട് കേട്ടോ. ഒന്നുകൂടി പറയാം. ഞാൻ ഡൽഹിയിലെ എല്ലാ സൺഡേയും ഇവിടെയുള്ള ഗുരുവായൂർ ടെമ്പിളിൽ പോകാറുണ്ട് കേട്ടോ. ഒരു പ്രാവശ്യം ഇപ്പം ഞാൻ പോയപ്പോൾ വിചാരിച്ചു മഞ്ഞ സാരി എടുക്കാം, ഭഗവാന്റെ ഇഷ്ടം നിറല്ലേ. അങ്ങനെ അത് വിചാരിച്ചു എടുത്തു കേട്ടോ. മെട്രോയിൽ പോയി ഞാൻ വിഷ്ണു സഹസ്രനാമം എടുത്തിട്ടുണ്ട്. മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി വെയിറ്റ് ചെയ്യുക. എൻ്റെ മകളുടെ പ്രായമുള്ള ഒരു കുട്ടി വന്ന് എൻ്റെ ചെവിയിൽ പറഞ്ഞു, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. എനിക്ക് വിശ്വാസം വന്നില്ല. ഞാൻ എണീറ്റ് നോക്കിയപ്പോൾ ആ കുട്ടി തിരിഞ്ഞു നോക്കി ഓടിപ്പോയി. കൈകൊണ്ട് ബൈ കൊണ്ട് പറഞ്ഞ് മറിഞ്ഞു പോയിട്ടോ. എനിക്ക് എന്താ സംഭവിച്ചതെന്ന് പറയാൻ പറ്റുന്നില്ല. സാധാരണ നോർത്ത് ഇന്ത്യൻ കുട്ടികൾ ഏജ് കൂട്ടിയവരോട് അങ്ങനെ സംസാരിക്കാറില്ല. എനിക്ക് ഉറപ്പാ ഭഗവാൻ വന്ന് പറഞ്ഞതല്ലേ. ഹരേ കൃഷ്ണ. സാരിയായിട്ടല്ലെങ്കിലും സ്ത്രീകൾക്ക് ഭയങ്കര താല്പര്യമാണല്ലേ, വസ്ത്രങ്ങളും ഓർണമെന്റ്സും ഒക്കെ. അപ്പോൾ അതിനെ ഒരു അപ്രീസിയേഷൻ കിട്ടി. അതും ഭഗവാൻ എന്ന് സങ്കല്പിച്ചാൽ പിന്നെ ഒന്നും പറയാനില്ല അല്ലേ. രസമുള്ള അനുഭവമായിരുന്നു. ഈ ദിവസം നല്ല സുഖമായിട്ട് ഈ ഒരു അനുഭവം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. എന്തൊക്കെ അനുഭവങ്ങളാണ് ഭഗവാനെ പറയാൻ. നമ്മൾ റെഡിയാണ് കേട്ടോ. നിങ്ങൾ അയച്ചോളൂ. പക്ഷേ കുറച്ച് ദിവസം താമസിക്കും, കാത്തിരിക്കേണ്ടി വരും. പിന്നെ ചേച്ചി ഗ്രൂപ്പിലുണ്ട് എന്ന് പറഞ്ഞല്ലോ. ഗ്രൂപ്പിൽ കുറേ സമ്മാനങ്ങൾ, കുറേ കൃഷ്ണവിഗ്രഹങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം കൊടുത്തു. ഇന്നുണ്ട് 3 കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഗ്രൂപ്പിൽ ജോയിൻ ബട്ടണിലൂടെ വരിക. ഫേസ്ബുക്ക് സബ്സ്ക്രിപ്ഷൻ എടുത്താലും വന്നാൽ മതി. ഹരേ കൃഷ്ണ.